പുഷ്പയ്ക്കെല്ലാം അറിയാമല്ലോ എന്നാ ചില ഒന്നും അറിഞ്ഞൂടെ എന്താനും. പുഷ്പയ്ക്കെല്ലാം ഉണ്ടല്ലോ എന്നാ ചില സാധനങ്ങളൊന്നും ഇല്ലേ എന്താനും. അത് പറഞ്ഞപ്പോഴാണ് നിന്റെ നടുക്കണ്ട സൂപ്പറാണ്. എന്റെ അല്ല ചേരത്തിന്റെ നാട്ടിൽ ചെന്നാൽ നടുക്കണ്ട തിന്നണമെന്ന് നീ അങ്ങനെ കേട്ടായിരുന്നു. ഈ മീനിന്റെ കാര്യത്തിൽ വാലും കോഴിയുടെ കാര്യത്തിൽ കാലും ഒക്കെ ആണല്ലോ, ഇതെന്ത് നിന്റെ കാര്യത്തിൽ മാത്രം ഒരു നടുക്കണ്ടം? എടാ അതൊരു പഴഞ്ചൊല്ലത് അങ്ങനെ ഇറക്കാ. എടാ പയ്യെ തിന്നാ പനയും തിന്നാന്ന് പറഞ്ഞാൽ പന അങ്ങ് തിന്നുകളയെന്നല്ലെന്ന് പണ്ട് നെടുമുഴിയോട് പറഞ്ഞിട്ടുള്ള അറിഞ്ഞൂടെ എനിക്ക്. എടാ ഒരു സ്ഥലത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഏത് നാട്ടിൽ ചെന്നിടിനാൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിടിനാൾ എന്ന് അങ്ങനെ പറഞ്ഞാൽ പോരെ. വേറെ സ്ഥലത്ത് പോണ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ UK ഡിഗ്രി എടുക്കാൻ പോകണം. നീ അറിഞ്ഞ അല്ല എപ്പോ അളിയാ നീ പോയി വല്ല ചെറിയ എലി അങ്ങനെ പിടിയില്ല, നിന്നെ കൊണ്ടൊന്നും പറ്റൂല. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ കൊച്ചിയിലെ ജെയിൻ സെന്റർ ഫോർ ഗ്ലോബൽ സ്റ്റഡീസിൽ അഡ്മിഷൻ എടുക്കാൻ പോകും. സാധാരണ ഡിഗ്രി എടുക്കുന്നതിന്റെ 3 ചിലവൊരു സാധനം നടക്കും. അത് ശരി. എടാ 2 വർഷം ഇവിടുത്തെ ഇൻഫോ പാർക്ക് ക്യാമ്പസിലും പിന്നെ ലാസ്റ്റ് 1 വർഷം UK ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ നമുക്ക്. അത് കൊള്ളാം. പക്ഷേ എടാ UK നമ്മൾ റെഗുലർ ഡിഗ്രി എടുക്കുന്ന തുല്യം തന്നെ ഇതും. പിന്നെ 2 വർഷം സ്റ്റേ ബാക്ക് കിട്ടും. നീ എന്തിന് കിളിക്കൊണ്ടിരിക്കുന്നത്? എടാ അമേരിക്കയിലൊക്കെ ചില പാമ്പുകൾക്ക് വാലിന്റെ അറ്റത്ത് സൗണ്ട് കേൾപ്പിക്കുന്ന ഒരു സാധനം ഉണ്ട്, കിറെന്നും പറഞ്ഞ്. അപ്പൊ ആരും ചെന്ന് ചവിട്ടൂല അവരെ. നമ്മളെ വാലിൽ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ് ഇത്. കിളിക്കൊണ്ട് കിടക്കും, പൊന്തക്കാട്ടി കിടക്കും. അപ്പൊ ആരും വന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ. മാത്രമല്ല ഞാൻ അച്ഛനായി കഴിയുമ്പോൾ എനിക്ക് ഒരു കൊച്ചുങ്ങളെ കളിപ്പിക്കുകയും ചെയ്യാം. എടാ വല്ല യക്ഷിയും ചലങ്ങി കെട്ടി പോണെന്ന് പറഞ്ഞ വല്ല മന്ത്രവാദിയും ഹോമം ചെയ്ത് നിന്നെ ആവാഹിച്ചളയോ നിന്നെ? അങ്ങനെ സംഭവിക്കൂ? അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ഞാൻ പഠിച്ച് പന പോലെ വളരാൻ പോണ്. ചിലപ്പോൾ മന്ത്രവാദി ചൂരനടിക്കും.